ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് പെട്ടെന്ന് ക്രേവിങ്സ് തോന്നിയപ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിക്കണമെന്ന് തോന്നിയതാണ്. ഇനി പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുമ്പോൾ നമുക്കത് ഒരുപാട് ഷുഗറായി പോവില്ലേ. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഷുഗർ ഫ്രീ ആയിട്ട് എന്തെങ്കിലും സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിലോട്ട് 1.5 കപ്പ് റവ എടുത്തിട്ടില്ല. നമ്മുടെ ദോശ തവയിൽ ഞാൻ വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനെന്ന് വെച്ചാൽ ദോശ ഇളകാൻ ഈസിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ദോശ തവയിൽ വെച്ചിട്ട് ഞാനത് വറുത്തെടുത്തത്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കാഷ്യൂനട്ട്, കിഷ്മിസ്, പിസ്ത, ബദാം ഒക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല എക്സ്ട്രാ ആയിട്ട്. ഇതിൽ അക്രോട്സും ഡേറ്റ്സും മാത്രമേ ഉണ്ടായിരുന്നു. ഡേറ്റ്സിന് ഞാൻ മുറിച്ചിട്ട് കൊടുത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ആക്കുന്നില്ല എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ്സിനില്ല അരച്ച് യൂസ് ആക്കുക കേട്ടോ. മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് അങ്ങനെ യൂസ് ആക്കുക. എന്നാൽ പെട്ടെന്നൊന്നും നമുക്ക് ബോൾസൊക്കെ ആക്കുമ്പോൾ നല്ലൊരു കോട്ടിംഗ് ആയിട്ടാണ് അത് കിട്ടിക്കൊള്ളും. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഒരു ശർക്കര ഉരുകിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിൽ ഡേറ്റ്സിനെ മുറിച്ചിട്ട് കൊടുത്തത്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എൻ്റെ കയ്യിൽ വാൾനട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് മാത്രമാണ് ഞാൻ ആഡ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇത് റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് കോട്ടിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഇല്ലേ, നമ്മുടെ കുക്കിംഗ് ചോക്ലേറ്റ്, അത് മെൽട്ടാക്കിയിട്ട് ഈ ബോൾസ് ആക്കിയിട്ടില്ലേ ആ ചോക്ലേറ്റിൽ മുക്കിയിട്ട് എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സീഡ്സൊക്കെ ആഡ് ആക്കാം കേട്ടോ. പംകിൻ്റെ സീഡ്സൊക്കെ ഇല്ലേ, അതുപോലത്തെ സീഡ്സൊക്കെ ആഡ് ആക്കാം. പക്ഷേ ഇപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് തോന്നിയത് ഒരു അരമണിക്കൂറിൽ ഒരു സ്നാക്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്നിങ്ങനെ എന്താ പറയുക, ഒരു കോട്ടിംഗ് ആയിട്ടൊന്ന് ബൈൻഡിങ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ചെറുതായിട്ട് മധുരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലാതെ ഈ ഡേറ്റ്സിൻ്റെ മാത്രം വേണ്ട, കുറച്ചും കൂടി മധുരം ഉണ്ടാവട്ടെ എന്ന് തോന്നിയിട്ടാണ് ഞാൻ കുറച്ച് ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ എനിക്ക് 1.5 കപ്പ് ബോൾസ് റവയിലില്ലേ ഇത്രയാണ് ആയിട്ടുള്ളത്. ഇത്രയും ബോൾസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. എന്തായാലും വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ലഡുവാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.